അപ്പം ഇന്ന് നമുക്ക് ഷോപ്പിംഗ് ആയല്ലോ. എനിക്കല്ല കേട്ടോ ഷോപ്പിംഗ്, എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുടെ കാർട്ടിൽ സെറമണിയാണ് നാളെ. അപ്പം അവൾക്കുള്ള ഒരു ഷോപ്പിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതാ പുറത്തൊക്കെ ഇട്ടിട്ട് അവൾ നേരെ പോയി നിൽക്കുമ്പോഴാണ് എന്നെയും കൊണ്ടുപോകും ദീദി എന്ന് പറഞ്ഞു നിൽക്കുന്ന ജസ്മിയാണ് നേരെ കണ്ടത്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനമായി എത്തിയിരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. ഓൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബദ്രീത് ഉറപ്പാണ്. അപ്പം നമ്മൾ ഓട്ടോയിൽ കയറി, നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഓട്ടോയിലാണ് പോയത്. ഓട്ടോയിൽ പോയിട്ട് ആദ്യം പോയത് ATM-ലേക്കാണ്. എന്തെങ്കിലുമൊക്കെ പൈസ എടുക്കണ്ടേന്ന് കേട്ടിട്ടാണ് പറയുന്നത്. എൻ്റെ ATM എന്നാണ്. സോ ഇതെൻ്റെ ATM അല്ല, ഉമ്മാൻ്റെ ATM ആണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പൈസ എടുക്കും. അപ്പം ഈ പൈസ ഞാൻ നേരെ പോയത് ജ്വല്ലറിക്കാണ്. അപ്പം ഞാൻ എവിടെ പോയാലും മനോട് പറയാറുണ്ട് അത് വാങ്ങിച്ചോ ഇത് വാങ്ങിച്ചാലോ പറയാറുണ്ട്. പക്ഷെ ഇവിടുന്ന് ഒരു സാധനം എൻ്റെ എനിക്ക് വാങ്ങി തന്നിട്ടില്ല. പോരാണ്ട് കുട്ടിക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചില സങ്കടമായെങ്കിലും നേരെ പിന്നെയും പോയത് ഷോപ്പിലേക്കാണ്. ഡ്രസ് ഷോപ്പിലേക്ക് പോയപ്പോൾ ഞാൻ കരുതി എനിച്ചെന്തെങ്കിലും വാങ്ങിത്തരാനാവും എവിടെ നിന്ന്. അപ്പോഴും കുട്ടിക്ക് തന്നെയാണ്. എന്നിട്ട് അതും കഴിഞ്ഞ് പോയി. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാണ്ടായിരുന്നു. സോ ഇതെൻ്റെ ഫ്രണ്ടിന് മാത്രം പറയാൻ പറ്റില്ല, ഇത് ചേച്ചിയും കൂടിയാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ചേച്ചീനെ. അപ്പോൾ ആ ചേച്ചിനെയും വേണ്ടിയിട്ട് നേരെ വിട്ടു പോയി. ഇത്രേ ഉള്ളൂ. ഓക്കെ.